എല്ലാവർക്കും നമസ്കാരം. പ്രമേഹ രോഗികൾക്ക് പഞ്ചസാരയേക്കാൾ ശർക്കര സുരക്ഷിതമാണ്. പലരും ഉന്നയിക്കുന്ന ഒരു വിഷയമാണ്. ഞാൻ ഡോക്ടർ ആൻഡ്രൂസ്, പ്രൊഫസർ ഓഫ് മെഡിസിൻ, കൺസൾട്ടന്റ് ന്യൂറോളജിസ്റ്റ്. പഞ്ചസാരയ്ക്ക് പകരം ശർക്കര ഉപയോഗിക്കാമോ? എന്താണ് ഇതിൻ്റെ ശാസ്ത്രീയമായ വസ്തുത? ഇതിനെപ്പറ്റി നമുക്ക് ചിന്തിക്കാം. ആദ്യമായിട്ട് ശർക്കരയും പഞ്ചസാരയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. ശർക്കരയും പഞ്ചസാരയും കരിമ്പിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. പഞ്ചസാര അഥവാ സുക്രോസ് ഒരു സമ്പൂർണമായും സംസ്കരിച്ച ഉൽപ്പന്നമാണ്. അതിൽ 100% സുക്രോസാണ്. എന്നാൽ ശർക്കര ശുദ്ധീകരിക്കാത്തതാണ്. അതിൽ 70 മുതൽ 80% വരെ സുക്രോസ്. പിന്നെ ഇരുമ്പ്, മറ്റ് ധാതുക്കളുണ്ട്, ചില ആൻറ്റി ഓക്സിഡൻറ്റുകളുമുണ്ട്. ഇതാണിത് തമ്മിലുള്ള പ്രധാന വ്യത്യാസം. ശർക്കര പലപ്പോഴും ആരോഗ്യകരമാണെന്ന് കണക്കാക്കപ്പെടുന്നു. കാരണം ഇത് നാച്ചുറലാണ്, ഇതിൽ ധാതുക്കളുണ്ട്. എന്നാൽ ഒരു മെറ്റബോളിക് ആംഗിളിൽ നിന്ന്, അതായത് ഉപാപചയ വീക്ഷണകോണിൽ നിന്ന് നോക്കിയാൽ ഇത് പൂർണ്ണമായും പഞ്ചസാര തന്നെയാണ്. ഇനി നമുക്ക് ഗ്ലൈസീമിക് സൂചിക, പഞ്ചസാരയും ശർക്കരയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. ഈ ഗ്ലൈസീമിക് സൂചിക അല്ലെങ്കിൽ ഇൻഡെക്സ് എന്ന് പറയുന്നത് ഒരു ഭക്ഷണം എത്ര വേഗത്തിൽ രക്തത്തിലെ പഞ്ചസാരയെ വർദ്ധിപ്പിക്കുന്നു എന്നതിൻ്റെ ഒരു അളവാണ്. ഇത് പഞ്ചസാരയ്ക്ക് 65 GI എന്നാണ് പറയുക, ഗ്ലൈസീമിക് ഇൻഡെക്സ്. എന്നാൽ ശർക്കര ഇതിൽ 84 മുതൽ 95 അതിൽ കൂടുതലാണ്. എന്താണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത്? ശർക്കര സാധാരണ പഞ്ചസാരയേക്കാൾ വളരെ വേഗത്തിൽ രക്തത്തിലെ ഷുഗറിനെ വർദ്ധിപ്പിക്കുന്നു. പോഷകത്തിൻ്റെ ഉള്ളടക്കത്തിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ടെങ്കിലും ശർക്കരയ്ക്ക് പഞ്ചസാരയേക്കാൾ ഉയർന്ന ഗ്ലൈസീമിക് സൂചികയാണ്. ഇത് രക്തത്തിലെ ഷുഗറിൻ്റെ നിയന്ത്രണത്തിനെ ദോഷകരമായി ബാധിക്കുന്നു. ഇത് ഡയബറ്റിക് അസോസിയേഷൻ്റെ ഗൈഡ് ലൈനാണ്. ചില മിഥ്യാധാരണകൾ അല്ലെങ്കിൽ അബദ്ധധാരണകളുണ്ട്. അതിലാദ്യത്തേത് ശർക്കര സ്വാഭാവികമാണ്, ആയതിനാൽ സുരക്ഷിതമാണ് എന്നതാണ്. ഒരു പരിധി വരെ ശരിയാണ്, ശർക്കര സ്വാഭാവികമാണ്. എന്നാൽ ഇത് സംസ്കരിച്ചിരിക്കുന്ന ഷുഗർ തന്നെയാണ്. ആയതിനാൽ പഞ്ചസാരയും ശർക്കരയും തമ്മിൽ കാര്യമായ വ്യത്യാസമില്ല. രണ്ടാമത്തെ മിഥ്യാധാരണയാണ് ശർക്കരയിൽ ഇരുമ്പ് പോലെയുള്ള പോഷകങ്ങളുണ്ട്, അതിനാൽ അത് ആരോഗ്യകരമാണ്, പ്രത്യേകിച്ചും പ്രമേഹ രോഗികൾക്ക് ഉപയോഗിക്കാനുള്ളത്. ഇരുമ്പുണ്ട് എന്നുള്ളത് ശരിയാണ്, പക്ഷേ അളവ് വളരെ കുറവാണ്. നിങ്ങളൊരു പ്രമേഹ രോഗിയാണെങ്കിൽ ഇത് ഇരുമ്പിൻ്റെ ആവശ്യത്തിലേക്കായി ശർക്കര ഉപയോഗിക്കുന്നതിനെ ന്യായീകരിക്കാൻ പറ്റില്ല. ശർക്കരയിലെ ഇരുമ്പിൻ്റെ അംശം പ്രമേഹ രോഗികൾക്ക് അത് സ്വന്തമായി കഴിക്കാനുള്ളൊരു ലൈസൻസ് അല്ല. ഇതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇനി എന്തൊക്കെയാണ് മാർഗനിർദ്ദേശങ്ങളിൽ പറയുന്നത്? അമേരിക്കൻ ഡയബറ്റിസ് അസോസിയേഷൻ, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് എന്നിവയെല്ലാം പഞ്ചസാര ഉള്ള ഉൽപ്പന്നങ്ങൾ ഒഴിവാക്കാനായിട്ടാണ് ശുപാർശ ചെയ്യുന്നത്. അതിൻ്റെ ഉറവിടം പരിശോധിക്കാതെ, അതായത് ശർക്കരയാണോ പഞ്ചസാരയാണോ എന്നുള്ളതല്ല, അതിലെ ഷുഗറിൻ്റെ അളവാണ് പ്രാധാന്യം. ശർക്കര, തേൻ എന്നിവ ഒഴിവാക്കുക. ഇവ സ്വാഭാവികമാണെങ്കിലും രക്തത്തിലെ ഗ്ലൂക്കോസ് വളരെ വേഗത്തിൽ വർദ്ധിപ്പിക്കുന്നു. ഇത് പ്രത്യേകം ഓർത്തിരിക്കേണ്ട വിഷയമാണ്. ഇനി നമ്മൾ സംസാരിച്ച അടിസ്ഥാനപരമായ കാര്യം, ശർക്കര പഞ്ചസാരയേക്കാൾ മികച്ചതാണോ? ശർക്കരയിൽ അല്പം കൂടുതൽ പോഷകങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, ചില ധാതുക്കൾ, പൊട്ടാസ്യം, അയൺ മുതലായവയുണ്ട്. എന്നാൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ഇത് പെട്ടെന്ന് വഷളാക്കുന്നു. ആയതിനാൽ ഇത് പ്രമേഹ രോഗികൾക്ക് സുരക്ഷിതമല്ല. പലരുടെയും തെറ്റിദ്ധാരണയാണ്
ഞാൻ പഞ്ചസാര ഉപയോഗിക്കുന്നില്ല, ശർക്കരയാണ് ഉപയോഗിക്കുന്നത്. അതിനാൽ മികച്ച ഓപ്ഷനുകൾ ഇത് ഒഴിവാക്കുകയാണ്. മധുരത്തോട് പ്രത്യേക താല്പര്യമുള്ളവർക്ക് ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സ് ഉണ്ട്, സുക്രലോസ്, എർത്തിട്ടോൾ എന്നിവ. ഇത് ഒരു ഡോക്ടറുടെ നിർദ്ദേശാനുസരണം ഉപയോഗിക്കുക. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഏത് തരത്തിലുള്ള മധുരപദാർത്ഥങ്ങളും പ്രമേഹ രോഗികൾക്ക് നല്ലതല്ല. അത് നാച്ചുറലാണോ ആർട്ടിഫിഷ്യലാണോ എന്നതല്ല വിഷയം. കൂടുതൽ വിവരങ്ങൾക്കായി സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു.